പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും സാധിക്കുന്നില്ല. നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവാം, പക്ഷേ തിരികെ ലഭിക്കുന്നില്ല. മറ്റുള്ളവർ നമ്മുടെ സ്നേഹം തിരസ്കരിക്കുന്ന അവസ്ഥയുണ്ട്. ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാലും പ്രതികരണം നൽകാതിരിക്കും. ഈ രണ്ട് അവസ്ഥകളും സങ്കടകരമാണ്. സ്നേഹം കൊടുക്കുകയും ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം സാഫല്യമണിയുന്നത്. പണം ജീവിതത്തിലെ രണ്ടാമത്തെ ഘടകം മാത്രമാണ്. എന്നാൽ നമ്മിൽ പലരും പണത്തിന് ഒന്നാം സ്ഥാനവും സ്നേഹബന്ധങ്ങൾക്ക് അതിനുശേഷം മാത്രവും സ്ഥാനം നൽകുന്നു. ഇങ്ങനെ വരുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള അവസരങ്ങൾ കുറയുന്നു. സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം സ്വാർത്ഥതയാണ്. ചിലർ എന്തും ഇങ്ങോട്ട് കിട്ടാൻ മാത്രം ആഗ്രഹിക്കുന്നു. തിരികെ കൊടുക്കാൻ മടിയാണ്. തിരികെ സ്നേഹം പ്രകടിപ്പിച്ചാൽ തനിക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് ഇക്കൂട്ടർ കരുതുന്നു. അപ്പോൾ മറ്റൊരാളുടെ ആഗ്രഹം കൂടി മാനിക്കേണ്ടി വരും. തനിക്ക് മേൽക്കോയ്മ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ധനവും സമയവും മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിച്ചാൽ തനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഏതു ചിന്താഗതി ആണെങ്കിലും ഇത്തരക്കാരെ ജീവിത പങ്കാളിയോ അടുത്ത സുഹൃത്തോ ആയി ലഭിക്കുന്നവർ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ അവസ്ഥ വളരെ നാൾ തുടർന്നാൽ അവരും സ്നേഹിക്കാനും സ്നേഹം പങ്കിടാനും സാധിക്കാത്തവരായി മരവിച്ച മനസ്സിന് ഉടമയാകും. ഏതായാലും മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് പിടിച്ചുപറിക്കാൻ സാധിക്കില്ല. പിന്നെ എന്താണ് പോംവഴി? നമ്മുടെ ഉപബോധ മനസ്സിന് ആവശ്യമായതെല്ലാം നാം തന്നെ ദൃശ്യവൽക്കരണത്തിലൂടെയും അഫർമേഷനുകളിലൂടെയും നൽകുക. മറ്റേയാൾ ശരിയാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഒരു നാൾ ശരിയാവും. ഇതുപോലെ തന്നെയാണ് സമ്പൽ സമൃദ്ധിയുടെ കാര്യവും. സമ്പദ് സമൃദ്ധി ആദ്യം ഉണ്ടാവേണ്ടത് ഉപബോധ മനസ്സിലാണ്. 90% സമ്പത്തും മനസ്സിന്റെ സൃഷ്ടിയാണ്. ബാക്കി 10% നാം അധ്വാനിച്ച് നേടേണ്ടത്. സമ്പത്ത് മനസ്സിൽ സൃഷ്ടിച്ച് വിശ്വാസത്തോടെ ആഗ്രഹിച്ചാൽ അത് സൃഷ്ടിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തനിയെ തെളിഞ്ഞുവരും. ഇത് രണ്ടും സാധിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണ് മെഡിറ്റേഷനും ദൃശ്യവൽക്കരണവും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളും സമ്പദ് സമൃദ്ധിയും വർദ്ധിപ്പിക്കാനുള്ള ഒരു ചെറിയ മെഡിറ്റേഷൻ ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കുക. 5 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 കൈകൾ മടിയിൽ വെച്ച് പെരുവിരലുകൾ കൂട്ടിയോജിപ്പിച്ച് ഒരു ഊർജ്ജബന്ധം സ്ഥാപിക്കുക. ഇനി നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ശ്രദ്ധിക്കുക. അവ പരമാവധി അയച്ചിടുക. പരിപൂർണ വിശ്രമ അവസ്ഥയിലേക്ക് വരിക. മറ്റു ചിന്തകൾ ഒന്നും കടന്നു വരാതെ മെഡിറ്റേഷനിൽ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്വരം മാത്രം ശ്രദ്ധിക്കുന്നു. മറ്റൊന്നും കേൾക്കുന്നില്ല. ചുറ്റുപാടും നടക്കുന്നതൊന്നും അറിയുന്നില്ല. സ്വയം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് സ്നേഹം നിഷേധിക്കപ്പെട്ട അവസരങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകുക. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടുണ്ട്. നിങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആ അവസ്ഥയിൽ കൂടി ഒരിക്കൽ കൂടി കടന്നു പോകുന്നു. അതിൻ്റെ തീവ്രത ഒരിക്കൽ കൂടി അറിയുന്നു. നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അതിനെ തടയേണ്ട.
ഇപ്പോൾ ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. പുറത്തേക്ക് ശ്വാസം വിടുന്നതോടൊപ്പം സ്നേഹനിഷേധം മൂലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ വേദനകളും പുറത്തേക്ക് പോകുന്നു. ഇനി നിങ്ങൾക്ക് സ്നേഹം നിഷേധിക്കുന്ന ആ വ്യക്തികളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരോട് നിങ്ങൾ പറയുക, നിങ്ങൾ പറയുന്നത് ഭാഗികമായി ശരിയാണ്, എങ്കിലും ഞാൻ ഇവിടെ നിങ്ങൾക്കായി എന്നും ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അത് എനിക്ക് സന്തോഷം പകരുന്നു. നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാലാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുന്നത് മൂലം ഞാൻ വേദന അനുഭവിക്കുന്നു. ദയവായി എന്നെ സഹായിക്കുക. എൻ്റെ വേദനകൾ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ആനന്ദകരമായ നിമിഷങ്ങൾ ആണ്. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം സ്ഥാപിച്ചതായി മനസ്സിൽ കാണുക. ബന്ധങ്ങൾ നല്ല രീതിയിൽ തിരികെ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുക. ഈ ബന്ധങ്ങൾ ഞാൻ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത പ്രശ്നത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ദൈനംദിന ചിലവുകൾക്ക് വരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാവുമോ എന്നുവരെ ഭയപ്പെടുന്നു. അവരിലാണ് നിങ്ങളുടെ പ്രതീക്ഷ. വരുമാനം കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ അതോർത്ത് നന്നായി വിഷമിക്കുന്നുണ്ട്. മുമ്പിൽ മറ്റു മാർഗങ്ങൾ ഒന്നും തെളിയുന്നില്ല. മനസ്സിൽ നല്ല നിരാശയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദീർഘമായി ഒന്ന് ശ്വസിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് പോകുന്നതോടൊപ്പം നിങ്ങളുടെ നിരാശ ചിന്തകളും പുറത്തേക്ക് പോകുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് സന്തോഷം, സമാധാനം, സൽചിന്തകൾ ഇവ കടന്നുവരുന്നു. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹം നിഷേധിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നിൽക്കുന്നു. അത്ഭുതമെന്നവണ്ണം ആ വ്യക്തികൾ നിങ്ങളോട് അടുപ്പം കാണിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ പരസ്പരം തുറന്നു സംസാരിക്കുന്നു. ആ വ്യക്തിക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലാകുന്നു. അദ്ദേഹം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളും സോറി പറയുന്നു. ഇനി നിങ്ങൾ പരസ്പര വിശ്വാസത്തോടെ എല്ലാം അറിഞ്ഞും പറഞ്ഞും സ്നേഹിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു. നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. നിരവധി ചോയ്സുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു ചെറിയ ഷോപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങാം, അല്ലെങ്കിൽ രണ്ടുപേരും ഓരോരോ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാം. ഇതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുമാനം മാർഗം കണ്ടെത്താം. ഇതിലേതാണോ നിങ്ങൾക്ക് അനുയോജ്യമായത് അത് തീരുമാനിച്ച് ഉറപ്പിക്കുന്നു. നിങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. രണ്ടുപേർക്കും സമ്മതമുള്ള കാര്യമാണ് തീരുമാനിച്ചത്. അവസാനമായി ഫൈനൽ തീരുമാനമെടുക്കുന്നു. അത് ഉടൻ നടപ്പാക്കണം എന്ന് രണ്ടുപേരും ചേർന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങൾ വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുന്നു. ശ്വാസത്തോടൊപ്പം പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ സ്നേഹത്തിന് അർഹനാണ്, അർഹയാണ്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. എനിക്ക് ആരോടും പകയും വിദ്വേഷവും ഇല്ല. എൻ്റെ മനസ്സ് നിർമ്മലമാണ്. എനിക്ക് ആരും ശത്രുക്കളായി ഇല്ല.
എല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. എൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം നിറയുന്നു. എന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അവരുടെ കഴിവുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. കൂടുതൽ കഴിവും ധനവും ഉള്ളവരോട് ഞാൻ ഒരിക്കലും അസൂയയോടെ പെരുമാറുകയില്ല. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൂടുതൽ സ്ഥാനവും അംഗീകാരവും നൽകാൻ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് ലഭിക്കേണ്ട സ്നേഹം ഇരട്ടിയായി തന്നെ ഞാൻ മുമ്പേ കൊടുക്കുന്നു. എനിക്ക് ജീവിതത്തിൽ നേട്ടങ്ങളും സമ്പത്ത് സമൃദ്ധിയും ഉണ്ടാവാൻ ഞാൻ മറ്റുള്ളവരുടെ സഹായം തേടും. തിരിച്ച് മറ്റുള്ളവർക്കും ആവശ്യമായ സഹായം ഞാൻ കൊടുക്കും. സ്നേഹവും പണവും കൊടുത്താൽ ഇരട്ടിയായി മടക്കി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ സന്തോഷം കൊണ്ടും സമ്പത്ത് സമൃദ്ധി കൊണ്ടും നിറയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു നല്ല ജോലി ലഭിച്ചിരിക്കുന്നു. നല്ല ഒരു വീട് എനിക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കൾ നന്നായി പഠിക്കുന്നുണ്ട്. അവർക്ക് ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അവർ എനിക്ക് താങ്ങും തണലുമായി തീരും. ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർപ്പണത്തോടെ ചെയ്യും. അങ്ങനെ ഞാൻ എന്നെ സഹായിക്കാനുള്ള തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കും. ഞാൻ ക്ഷമയോടെ വിജയത്തിനായി കാത്തിരിക്കും. തീർച്ചയായും ഞാൻ അഭിവൃദ്ധിപ്പെടും. സമ്പദ് സമൃദ്ധി എന്നിലേക്ക് എല്ലാവിധത്തിലും എത്തുന്നു. എല്ലാവരിൽ നിന്നും എനിക്ക് സ്നേഹം, അംഗീകാരം, പരിഗണന ഇവ ലഭിക്കുന്നു. ഇത് തടയാൻ ആർക്കും സാധ്യമല്ല. ഞാൻ ഇതിനെല്ലാം അർഹയാണ്. ഇവയെല്ലാം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. മെല്ലെ കണ്ണുകൾ തുറക്കുക. ഒരു പുഞ്ചിരിയോടെ ചുറ്റുമുള്ളവരെ നോക്കുക. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഗോഡ്.